എത്യോപ്യയിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണ്. അഡിസ് അബാബയിൽ നിന്നും അദാമയിലേക്ക് നീണ്ടുകിടക്കുന്ന എക്സ്പ്രസ് വേയിലൂടെയാണ് ഈ യാത്ര. അബിദ്ജാത്ത ഷാല എന്ന നാഷണൽ പാർക്കാണ് എന്റെ ലക്ഷ്യം. ഈ പാതയിലൂടെ കുറേ ദൂരം പോയി പിന്നെ മറ്റൊരു പാതയിലേക്ക് തിരിഞ്ഞു വേണം നാഷണൽ പാർക്കിലെത്താൻ. അഡിസു എന്നു പേരുള്ള ഇദ്ദേഹമാണ് ഡ്രൈവർ. പിൻസീറ്റിൽ 2 മലയാളികളുണ്ട്, ഡോക്ടർ അജിനും സതീഷും. കൃഷിയിടങ്ങൾക്ക് നടുവിലൂടെയാണ് ദീർഘമായ യാത്ര. അഡിസബാബയിൽ നിന്നും ഏറെ ദൂരമുണ്ട് അബിദ്ജാത്ത ഷാല നാഷണൽ പാർക്കിലേക്ക്. ഗ്രേറ്റ് റിഫ്റ്റ് വാലി എന്ന പ്രശസ്തമായ ഇടിവു താഴ്വരയിലൂടെയാവും കുറേ ദൂരം യാത്ര. അവിടെ ഏതാനും തടാകങ്ങളുണ്ട്. അവയുടെ തീരത്താണ് നാഷണൽ പാർക്ക്. തെഫ് വിളയുന്ന വയലുകൾ, ദൂരെ മലമടക്കുകൾ, അതിനുമേൽ തങ്ങി നിൽക്കുന്ന ചെറു മൂടൽ മഞ്ഞ്. എക്സ്പ്രസ് വേ 6 വരി പാതയാണ്. എത്യോപ്യ പോലൊരു ആഫ്രിക്കൻ രാജ്യത്ത് ഇങ്ങനെയും പാതകളുണ്ടെന്ന് വിശ്വസിക്കില്ല. തെഫിന്റെ നിരന്ന പാടങ്ങൾ, അതൊരു കാഴ്ച തന്നെയാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി ഈ മേഖലയിലെ ആളുകളുടെ മുഖ്യ ആഹാരമാണ് തെഫ്. ആഫ്രിക്കയിലെ പ്രധാന കാർഷിക രാജ്യങ്ങളിലൊന്നാണ് എത്യോപ്യ. ഇവിടെ ധാരാളം നദികളും തടാകങ്ങളുമുണ്ട്. സമതലത്തിലെ കൃഷിഭൂമിയിൽ ജലസേചനത്തിനുള്ള സൗകര്യവുമുണ്ട്. കൊയ്ത്തു കഴിഞ്ഞ തെഫ് പാടങ്ങളാണ് ഇതെല്ലാം. മഞ്ഞുകാലത്തിന്റെ ആരംഭത്തിലാണ് ഇവിടെ കൊയ്ത്തു നടക്കുന്നത്. എത്യോപ്യയുടെ കാർഷിക പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോഴുള്ള സ്ഥിരം കാഴ്ചയാണിത്. ബിഷോഫ്തു എന്ന പട്ടണത്തിന്റെ പ്രാന്തഭാഗത്തുകൂടിയാണ് ഇപ്പോൾ പോകുന്നത്. 2019 മാർച്ച് 10 എത്യോപ്യൻ എയർലൈൻസിന്റെ ഒരു ബോയിംഗ് വിമാനം തകർന്നു വീണത് ഈ പരിസരത്താണ്. ഞാൻ ജിബൂട്ടി എത്യോപ്യ സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയ ശേഷമാണ് എത്യോപ്യൻ എയർലൈൻസ് വിമാനം തകർന്നു വീണത്. പത്രങ്ങളിൽ നിന്നറിഞ്ഞ വിവരമനുസരിച്ച് ഈ അടുത്ത സ്ഥലത്തെവിടെയോ ആണ് വിമാനം വീണതെന്ന് വ്യക്തമായി. ഇത്തരം ഏതോ ഒരു കൃഷിയിടത്തിൽ തന്നെയാണത്. കൃഷിയിടങ്ങളിൽ പുതിയ വിളവിറക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നിലം ഉഴുതിട്ടിരിക്കുന്നു. എത്യോപ്യൻ കാർഷിക ഗ്രാമങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമല്ലെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളിലൊന്നും ആ ദാരിദ്ര്യം കാണുന്നില്ല. പട്ടിണിക്കോലങ്ങളായ ഒട്ടകച്ചാണകം തിന്നുന്നവരായ ആളുകളുടെ നാടായി മലയാളികൾ കേട്ടറിഞ്ഞിട്ടുള്ള എത്യോപ്യയിൽ തന്നെയാണ് ഈ ഹൈവേ എന്നോർക്കണം. ബിഷോഫ്തുവിന്റെ പ്രാന്തപ്രദേശങ്ങളാണിത്. പുരാതന കാലത്ത് ഡെബ്രേസിയറ്റ് എന്നറിയപ്പെട്ടിരുന്ന ഒരു പട്ടണമായിരുന്നു ബിഷോഫ്തു. ഇപ്പോൾ 1 ലക്ഷത്തോളം ആളുകളുള്ള വലിയൊരു പട്ടണമാണ് ബിഷോഫ്തു. ഇതിവിടുത്തെ ഒരു തുണിമില്ലാണ്. കഴിഞ്ഞ 2 ദശകങ്ങൾക്കിടെയാണ് അത്തരം വലിയ വ്യവസായശാലകൾ എത്യോപ്യൻ പട്ടണങ്ങളിൽ ഉയർന്നത്. ബിഷോഫ്തു പട്ടണത്തിന് പുറത്തുകൂടിയാണ് എക്സ്പ്രസ് ഹൈവേ കടന്നുപോകുന്നത്. എക്സ്പ്രസ് വേയിൽ നിന്നും ബിഷോഫ്തുവിലേക്കുള്ള എക്സിറ്റാണ് ഇക്കാണുന്നത്. അത് കഴിയുമ്പോൾ വീണ്ടും തെഫ് വയലുകളുടെ കാഴ്ചയാവുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ജിബൂട്ടിയിലൂടെ യാത്ര ചെയ്തപ്പോൾ കണ്ണെത്താ ദൂരം പരന്നുകിടക്കുന്ന മരുഭൂമിയായിരുന്നു കണ്ടത്. മുന്നിൽ പോകുന്ന ലോറിയെ നോക്കുക. ട്രക്ക് ലൈനിലൂടെ മാത്രമാണ് അത് പോകുന്നത്. അങ്ങു ദൂരെ വരെ ഹൈവേയുടെ വലത്തേ അറ്റത്തുള്ള ട്രക്ക് ലൈനിലൂടെ മാത്രമേ ട്രക്കുകൾ പോകുന്നുള്ളൂ. ഈ യാത്രയിലുടനീളം ഞാൻ ഇക്കാര്യം ശ്രദ്ധിച്ചിരുന്നു. ഒരു ലോറി പോലും നടുവിലെ ട്രാക്കിലേക്ക് കയറി വരുന്നില്ല. ഇടതുവശത്തെ ട്രാക്ക് ഓവർടേക്ക് ചെയ്യാൻ മാത്രമുള്ളതാണ്. അതിലൂടെ ഒരു വാഹനവും ദീർഘമായി ഓടുന്നില്ല. ഞങ്ങളുടെ വാഹനവും ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ലെഫ്റ്റ് ട്രാക്കിലേക്ക് വരുന്നു. മറ്റൊരു വാഹനത്തെ മറികടന്നു കഴിഞ്ഞാൽ ഉടനെ സെൻട്രൽ ട്രാക്കിലേക്ക് എത്തുന്നു. സെൻട്രൽ ട്രാക്കും വലതുവശത്തെ ട്രാക്കും മാത്രമാണ് പൂർണ്ണതോതിൽ ഗതാഗതത്തിന് ഉപയോഗിക്കാവുന്നത്. എത്യോപ്യയിലെ ആളുകൾ പൗരബോധത്തോടെ ഹൈവേയെ ഉപയോഗപ്പെടുത്തുന്നത് കാണുക. ഇടയ്ക്ക് ഞങ്ങളുടെ ഡ്രൈവറും സ്ലോ ട്രാക്കിലേക്ക് വണ്ടി മാറ്റുന്നു. പിന്നിൽ നിന്നും സ്പീഡിൽ പോകേണ്ട ഒരു വാഹനത്തെ കയറ്റിവിടാനാണത്. അവനെ കയറ്റിവിട്ടുകഴിഞ്ഞു. ഇന്ത്യൻ ഹൈവേകളിൽ ഇത്തരമൊരു മര്യാദ നമുക്ക് കാണാൻ കഴിയില്ല.
മോജോ എന്ന സ്ഥലത്തെത്തിയിരിക്കുന്നു. ഇവിടെ വെച്ച് ഞങ്ങൾ എക്സ്പ്രസ് വേയിൽ നിന്നും പുറത്തു കടക്കുകയാണ്. എക്സ്പ്രസ് ഹൈവേയിൽ നിന്നും പുറത്തു കടക്കുമ്പോഴും ടോൾ നൽകണം. മോജോ പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്ന വാഹനങ്ങളിൽ നിന്നുള്ള ടോൾ പിരിവ് കേന്ദ്രമാണിത്. ഇവിടെയൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ വലിയ തോതിൽ വളർന്നിരിക്കുന്നു. അഡിസു പോക്കറ്റിൽ നിന്നും ബിർ നോട്ടെടുത്ത് കൗണ്ടറിൽ നൽകി. തർക്കവും വഴക്കുമൊന്നുമില്ല. ആധുനികമായ വീക്ഷണത്തിലേക്ക് എത്യോപ്യൻ ഡ്രൈവർമാർ മാറിക്കഴിഞ്ഞെന്ന് അല്പം മുമ്പ് നാം കണ്ടുകഴിഞ്ഞു. ടോൾ പ്ലാസ കടന്ന് ഞങ്ങൾ മോജോ പട്ടണത്തിലേക്ക് നീങ്ങുകയാണ്. മോജോയിലെ റെയിൽവേ സ്റ്റേഷനാണ് നേരെ മുന്നിൽ കാണുന്നത്. ജിബൂട്ടി എത്യോപ്യ റെയിൽവേ ലൈൻ ഇതുവഴിയാണ് കടന്നു പോകുന്നത്. അതിലെ ഒരു സ്റ്റേഷനാണത്. ഒരു സബ്വേയോട് അടുക്കുമ്പോൾ കണ്ടെയ്നറുകൾ ലോഡ് ചെയ്ത ഗുഡ്സ് ട്രെയിൻ മുകളിൽ കാണാം. സബ്വേ കടന്ന് കുറച്ചു ദൂരം കൂടി യാത്ര ചെയ്തപ്പോൾ മോജോ പട്ടണത്തിലേക്കെത്തി. ഇവിടെ ഇതാണൊരു കാഴ്ച. നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷകളുടെ സ്ഥാനമാണ് ഇവിടെ ഇത്തരം കുതിരവണ്ടികൾക്ക്. ധാരാളം എണ്ണമുണ്ടത്. പാതകളിലൂടെ കുതിരവണ്ടികൾ തലങ്ങും വിലങ്ങും പോകുന്നു. വണ്ടിയുടെ പിന്നിൽ ലഗേജ് വെക്കാനുള്ള സംവിധാനം. വണ്ടിക്കാരനൊപ്പം തന്നെ യാത്രക്കാർക്കും ഇരിക്കാം. ഇതാണ് എത്യോപ്യൻ കുതിരവണ്ടിയുടെ രൂപം. റബ്ബർ ടയറാണ്. 4 പേർക്ക് വരെ ഇരിക്കാവുന്ന ഒറ്റക്കുതിര വലിക്കുന്ന വണ്ടി. കുതിരവണ്ടി സ്റ്റാൻഡുകളുമുണ്ട് പലയിടത്തും. അവിടെ കുറേയേറെ കുതിരവണ്ടികൾ നിരന്നു കിടക്കുന്നു. മോജോ പട്ടണത്തിൽ ധാരാളം റെസ്റ്റോറന്റുകളും മറ്റുമുള്ള ഒരു ഭാഗമുണ്ട്. പാതയോരത്ത് പലതരം വാഹനങ്ങൾ, ധാരാളം ഓട്ടോറിക്ഷകളുമുണ്ട്. ബജാജിന്റെയും ടി വി എസിന്റെയും ഓട്ടോകൾ ആഫ്രിക്കയിലെ മിക്ക നഗരങ്ങളെയും കീഴടക്കി കഴിഞ്ഞു. കുതിരവണ്ടിക്കാരുടെ വരുമാനത്തെയാണ് ഓട്ടോറിക്ഷകൾ കൈയടക്കുന്നത്. ആഫ്രിക്കയിൽ ഏറ്റവും അധികമെത്തിയ ഇന്ത്യൻ ഉൽപ്പന്നം ഓട്ടോറിക്ഷകളാണെന്ന് തോന്നുന്നു. ഒരു ഉത്തരേന്ത്യൻ പട്ടണത്തിന്റെ രൂപഭാവങ്ങളാണ് മോജോയ്ക്ക്. കാപ്പി കുടിച്ചിട്ട് പോകാമെന്നാണ് തീരുമാനം. പാതയോരത്തൊരിടത്ത് അഡിസു കാർ ഒതുക്കി നിർത്തി. എത്യോപ്യൻ ബുന്ന എന്ന പ്രസിദ്ധമായ കാപ്പി ഇവിടെയെല്ലാം കിട്ടും. ലഹരിയിലെയായ ഘാട്ട് വിൽക്കുന്ന കടയാണ് ഇത്. വാഴയില കൊണ്ട് പൊതിഞ്ഞ് കെട്ടുകളാക്കി അതങ്ങനെ വെച്ചിരിക്കുന്നു. വലിയ തോതിലുള്ള കച്ചവടമാണ് ഘാട്ടിൻ്റേത്. നിയമാനുസൃതമാണ് കച്ചവടം. ഞങ്ങൾ ബുന്നക്കടയിലേക്ക് കയറി ചെന്നു. ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബുന്ന വേണോ, തത്സമയം ഉണ്ടാക്കിത്തരുന്നത് വേണോ എന്ന് കച്ചവടക്കാരി ചോദിച്ചു. റെഡിയാക്കി വെച്ചിരിക്കുന്നത് മതിയെന്ന് ഞങ്ങൾ പറഞ്ഞു. തത്സമയം ഉണ്ടാക്കുന്നത് കുറച്ചു സമയമെടുക്കുന്ന പരിപാടിയാണ്. ഫ്ലാസ്കിൽ റെഡിയാക്കി വെച്ചിരുന്ന ബുന്ന കപ്പുകളിലേക്ക് പകർന്നു. അത് കുടിച്ച് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇറങ്ങി. ഏറെ ദൂരം പോകാനുണ്ട്. ചരക്ക് വണ്ടികൾ വഴിയോരത്ത് വിശ്രമിക്കുന്നു. വ്യത്യസ്തമായൊരു കാഴ്ച ഇതാണ്. നല്ല മെഴുത്ത ഒട്ടകങ്ങളാണ്. ചന്തയിലേക്കോ മേച്ചിൽപ്പുറങ്ങളിലേക്കോ നീങ്ങുന്നവയാകാം. പിന്നെയൊരു കാഴ്ച ഇതാണ്. ഫ്ലവർ ഫാമുകളാണത്. അക്കാണുന്ന ഓരോ കൂടാരത്തിനുമുള്ളിൽ പലയിനം പൂക്കൾ കൃഷി ചെയ്യുന്നു. മോജോ ഫ്ലവർ ഫാമുകളുടെ ഒരു പ്രദേശമാണ്. ഇങ്ങനെ കാണുമ്പോൾ ഇതെല്ലാം വരണ്ട ഭൂമിയാണെന്ന് തോന്നും. കൃഷിയിടങ്ങൾ തന്നെയാണത്. ഇപ്പോൾ കാർ കോക്ക എന്നൊരു പട്ടണത്തിലേക്ക് എത്തിയിരിക്കുന്നു. കോക്ക നഗാവോ എന്നാണ് പ്രാദേശികമായി ഇവിടം അറിയപ്പെടുന്നത്. വലിയൊരു പട്ടണമൊന്നുമല്ല, എങ്കിലും നല്ല ആൾത്തിരക്കുണ്ട്. കുറച്ച് ഷോപ്പുകളും പാതയോരത്ത് നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളും ചന്തയുമൊക്കെയുള്ള ഒരു പട്ടണം. എത്യോപ്യയുടെ സാധാരണ പട്ടണങ്ങൾ ഇങ്ങനെയാണ്. പട്ടണത്തിരക്ക് പിന്നിടുമ്പോൾ പാതയോരത്ത് കന്നുകാലിക്കൂട്ടങ്ങളെ കാണുന്നു. മൺപാതകൾ, വട്ടക്കുടിലുകളുള്ള തുടികൾ. തമിഴ്നാട്ടിലെ ഏതോ ഉൾനാട്ടിലൂടെ പോകുന്ന അനുഭവം. പാതയോരത്ത് പുളിമരത്തിനു പകരം എത്യോപ്യൻ മരങ്ങളാണെന്നു മാത്രം.
പരന്ന കൃഷിയിടങ്ങൾക്കരികിലൂടെ ഒരു പുതിയ ഹൈവേയുടെ നിർമ്മാണം നടക്കുന്നുണ്ട്. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യ യാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഒരു ഗ്രാമത്തിൽ ഞങ്ങൾ വണ്ടിയൊന്ന് നിർത്തി. കുറേ ആളുകൾ കൂടി നിൽക്കുന്നു. ഏതാനും കടകൾ. ഗ്രാമത്തിലെ മത്സ്യച്ചന്തയിലാണ് ആളുകൾ കൂടി നിൽക്കുന്നത്. ഇവിടെ ഒരു തടാകമുണ്ട്, കോക്ക തടാകം. അതിന്റെ തീരത്താണ് ഈ ചെറിയ ഗ്രാമം. കുതിരവണ്ടികളും കഴുതവണ്ടികളും കച്ചവടക്കാരും മീൻ വാങ്ങാൻ എത്തിയവരുമെല്ലാം ചേർന്ന് ആകെ ഒരു ബഹളമയം. ഞാൻ ആ ചന്തയ്ക്കരികിലൂടെ നടന്നു. ഒരു പ്രത്യേകതരം പക്ഷികളുടെ കൂട്ടത്തെ കണ്ടാണ് ഇറങ്ങിയത്. കൂറ്റൻ പക്ഷികൾ, കുറേ എണ്ണമുണ്ടത്. മറാബു സ്റ്റോർക്ക് എന്ന പക്ഷിയാണിത്. കോക്ക തടാകതീരത്ത് വസിക്കുന്നവരാണ്. ചന്തയിൽ മീൻ വെട്ടുന്നിടത്തു നിന്നും ലഭിക്കുന്ന അവശിഷ്ടങ്ങൾ തിന്നാനായി വന്നിരിക്കുകയാണിവർ. മീൻ വെട്ടുന്നവർ എറിയുന്നതിനൊപ്പമാണ് ഇവർ മേലേക്ക് നോക്കി പിന്നാക്കം പോകുന്നത്. മീൻവെട്ടുകാർ മീനിന്റെ കുടലും ചെകിളപ്പൂവുമൊക്കെ നല്ല ഉയരത്തിൽ എറിയുന്നു. വന്നു വീഴുന്ന പാടെ ഇവരത് കൊക്കിലൊതുക്കുകയും ചെയ്യുന്നു. മീൻ അവശിഷ്ടങ്ങൾക്ക് വേണ്ടി ഒരു മത്സരം തന്നെ നടക്കുന്നുണ്ട് ഇവിടെ. കഴുകനെപ്പോലെ തലയിലും കഴുത്തിലും തൂവലില്ലാത്ത പക്ഷിയാണ് മറാബു സ്റ്റോർക്ക്. കഴുകനെപ്പോലെ തന്നെ ചീഞ്ഞളിഞ്ഞ മാംസമാണ് ഇവരുടെയും ഇഷ്ടഭക്ഷണം. ചുമലിൽ ചെറിയൊരു മാംസപിണ്ഡവും കഴുത്തിൽ ഒരു തുകൽ സഞ്ചിയും ഇവരുടെ പ്രത്യേകതയാണ്. തടാകതീരത്തെയും ചതുപ്പുകളിലെയും മരങ്ങളിലാണ് ചേക്കേറുക. പ്രത്യേകതയാർന്ന രൂപമാണിവർക്ക്. 1.5 മീറ്റർ വരെയാണ് ഉയരം. മുറാബിറ്റ് എന്ന അറബി പദത്തിൽ നിന്നുമാണ് ഇവർക്ക് മറാബു സ്റ്റോർക്ക് എന്ന് പേരുകിട്ടിയത്. കഴുത്തിലെ സഞ്ചി കൊണ്ട് പ്രത്യേകമായ ആവശ്യമൊന്നുമില്ലെങ്കിലും അതൊരലങ്കാരമായി അങ്ങനെ തൂങ്ങിക്കിടക്കുന്നു. ഫ്ലെമിംഗോയുടെ കാലും കൊക്കിന്റെ ശരീരവും കഴുകന്റെ കഴുത്തും പെലിക്കിന്റെ ചുണ്ടുകളുമെല്ലാമായി ഒരു വിചിത്ര രൂപി. വൃത്തി ഒട്ടുമില്ല. ചീഞ്ഞ മാംസമാണല്ലോ ഭക്ഷണം. ചിറകുകൾ വിരിക്കുമ്പോൾ ഇവർ ചില്ലറക്കാരല്ലെന്ന് മനസ്സിലാവും. 9 അടി വരെ വീതിയിലാണ് മറാബു സ്റ്റോർക്ക് ചിറക് വിരിക്കുക. മറാബുവിന്റെ കാൽച്ചുവട്ടിലൂടെ മറ്റു ചില ചെറിയ പക്ഷികളും നടക്കുന്നുണ്ട്. ഇബിസ് ഇനത്തിൽപ്പെട്ട കൊറ്റികളാണ്. എന്റെ ക്യാമറയ്ക്ക് മുന്നിൽ പോസ് ചെയ്തെന്നോണം ചിറക് വിരിച്ചങ്ങനെ നിൽക്കുകയാണ് മറാബു സ്റ്റോർക്കുകൾ. ഇവരെപ്പോലുള്ള അനേകം പക്ഷികളുടെ വലിയൊരു ആവാസ മേഖലയാണ് കോക്ക തടാകവും പരിസരങ്ങളും. 40 വർഷം വരെ ആയുസ്സുള്ളവരാണ് മറാബു സ്റ്റോർക്കുകൾ. ചിലയിടത്ത് വലിയ ബഹളമാണ്. മീനവശിഷ്ടങ്ങൾ വന്നു വീഴുമ്പോൾ ചാടിമറിഞ്ഞും പൊടിയുയർത്തിയും ഒച്ചവെച്ചും ഇവർ വലിയൊരു പ്രകടനം തന്നെ നടത്തുന്നു. ചന്തയുടെ പിറകിൽ പല ഭാഗത്തുമുണ്ട് മറാബു കൂട്ടം. ഇപ്പോൾ എത്യോപ്യയിൽ സംരക്ഷിത വിഭാഗത്തിൽപ്പെടുന്ന പക്ഷികളാണിത്. പണ്ട് തൂവലിനും തുകലിനും വേണ്ടി മനുഷ്യർ ഇവയെ വ്യാപകമായി വേട്ടയാടിയിരുന്നു. അലങ്കാര വസ്ത്രങ്ങൾ, തൊപ്പി, കൗതുക വസ്തുക്കൾ എന്നിവയുണ്ടാക്കാനാണ് ഇവയുടെ തൂവൽ ഉപയോഗിച്ചിരുന്നത്. മറ്റു പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും മറാബു സ്റ്റോർക്കുകൾ വസിക്കുന്നുണ്ട്. സഹാറ മരുഭൂമിയുടെ തെക്കുവശത്തുള്ള വരണ്ട ഭൂമിയും ചതുപ്പു നിലങ്ങളുമാണ് ഇവരുടെ ഇഷ്ടവാസയിടങ്ങൾ. ചതുപ്പിലും മരങ്ങളിലും ചുള്ളിക്കമ്പുകൾ കൊണ്ടുണ്ടാക്കിയ ചെറുകൂടുകളിൽ മുട്ടയിട്ട് അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നവരാണിവർ. വലിയ കോളനികളായാണ് വാസം. ഒരു കോളനിയിൽ 100 മുതൽ 600 വരെ മറാബു സ്റ്റോർക്കുകൾ ഉണ്ടാവുമെന്നാണ് കണക്ക്. പിന്നിൽ കാണുന്നത് കോക്ക തടാകത്തിന്റെ ഒരു ഭാഗമാണ്. അതൊരു പ്രകൃതിദത്ത തടാകമല്ല. ഈ പ്രദേശത്തുകൂടി ഒഴുകുന്ന അവാഷ് നദിയിൽ ഒരു ഡാം നിർമ്മിച്ചതിനെ തുടർന്ന് രൂപം കൊണ്ട ജലാശയമാണ്. 180 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു റിസർവോയർ. കോക്ക ഡാം എന്നാണ് അണക്കെട്ട് അറിയപ്പെടുന്നത്. 1/2 കിലോമീറ്റർ നീളവും 50 മീറ്റർ ഉയരവുമുണ്ട് അതിന്.
വൈദ്യുതി ഉൽപാദനത്തിനും ജലസേചനത്തിനുമായി നിർമ്മിച്ച കോക്ക ഡാം 1960-ലാണ് പൂർത്തിയായത്. അതായത് ഇക്കാണുന്ന തടാകം രൂപം കൊണ്ടിട്ട് അധികകാലമായിട്ടില്ല. തടാകതീരത്ത് നിരവധി ഗ്രാമങ്ങളുണ്ട്. നൂറ്റാണ്ടുകളായി ഈ പ്രദേശത്തു നിലനിന്ന നിരവധി ഗോത്രഗ്രാമങ്ങളെ കുടിയൊഴിപ്പിച്ചാണ് 1960-ൽ കോക്ക ഡാമിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. തടാകതീരത്തെ വൃക്ഷത്തണലിലാണ് മറാബു സ്റ്റോർക്കുകൾ കാത്തിരിക്കുന്നത്. ഒരു ഭാഗത്ത് ചന്ത, അതിന്റെ പരിസരത്തെല്ലാം ഉണ്ട് ഭീമൻ പക്ഷികൾ. മീൻ വെട്ടുന്നവർ എന്തെങ്കിലും എറിഞ്ഞു തരുമെന്ന പ്രതീക്ഷയോടെ അവരങ്ങനെ കാത്തുനിൽക്കുന്നു. ഇനിയും കുറെ കാഴ്ചകളിലേക്ക് പോകാനുണ്ട്. ഏറെ ദൂരം യാത്ര ചെയ്യാനുമുണ്ട്. ഇവിടെ അധികനേരം നിൽക്കാനാവില്ല. കഴുതവണ്ടിയിൽ രാജാതിരാജഭാവത്തിൽ ഒരാൾ കടന്നു പോകുന്നു. നിന്നാണ് യാത്ര. അഡിസു കാറുമായി കാത്തിരിക്കുകയായിരുന്നു. യാത്ര തുടർന്നു. ഇത്തരത്തിൽ നിരവധി ചെറുപട്ടണങ്ങളുണ്ട് പോകുന്ന വഴിക്ക്. അവിടെയെല്ലാം വഴിയോരത്ത് നമ്മുടെ നാട്ടിലേതുപോലെ നിറയെ ആളുകളുമുണ്ട്. ഉത്തരേന്ത്യൻ പട്ടണങ്ങളുമായി ഈ പ്രദേശങ്ങൾക്കൊന്നും വലിയ വ്യത്യാസമില്ല. പട്ടണം കഴിയുമ്പോൾ ചെറിയ ഗ്രാമങ്ങൾ. റിഫ്റ്റ് വാലിയിലെ ഗ്രാമങ്ങളാണിത്. ആഫ്രിക്കയെ പിളർത്തിക്കൊണ്ട് കടന്നു പോകുന്ന ഗ്രേറ്റ് റിഫ്റ്റ് വാലി എന്ന ഇടിവ് താഴ്വരയിലൂടെയാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. കുടപിടിച്ചു നിൽക്കുന്ന മരച്ചുവട്ടിൽ കന്നുകാലിക്കൂട്ടങ്ങൾ. വിശാല സമതലം. രസകരമായ ആഫ്രിക്കൻ കാഴ്ചകളാണിതെല്ലാം. കഴുതവണ്ടികളിൽ വൈക്കോലുമായി പോകുന്നവർ, വട്ടക്കുടിലുകൾ, വെളിമ്പറമ്പുകളിൽ മേയുന്ന കാലികൾ. തനി ഗ്രാമീണ കാഴ്ചകളാണ് റിഫ്റ്റ് വാലിയിൽ കാണുന്നത്. പരമ്പരാഗത ശൈലിയിലുള്ള വട്ടക്കുടിലുകൾ പലയിടത്തും കാണാം. അത്തരം വീടുകളുള്ള ഒരു ഗ്രാമത്തിൽ ഒന്നിറങ്ങിയാലോ എന്ന് ഞാൻ ചോദിച്ചു. അഡിസു സമ്മതിച്ചു. വൈക്കോൽ കൂന വെച്ചതിനടുത്ത് ഏതാനും വട്ടക്കുടിലുകളുള്ള ഒരിടത്ത് ഞങ്ങൾ വണ്ടി നിർത്തി. ഇറങ്ങുമ്പോൾ ഒട്ടകങ്ങളുടെ വലിയൊരു കൂട്ടം കടന്നുപോകുന്നു. നാടൻ വേഷം ധരിച്ച ഒരു സ്ത്രീയുമുണ്ടിവിടെ. റിഫ്റ്റ് വാലിയിലെ കർഷകരുടെ പ്രധാന വളർത്തുമൃഗമാണ് ഒട്ടകം. പാലിനും മാംസത്തിനും വേണ്ടിയാണ് ഇവയെ പ്രധാനമായും വളർത്തുന്നത്. ദൂരദേശങ്ങളിലേക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകാൻ ഇവയെ ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ റിഫ്റ്റ് വാലിയിൽ ഒട്ടക കാരവനുകൾ കാണാറില്ല. ഒട്ടകത്തെ മേയ്ക്കാൻ പോവുകയായിരുന്നവർ എന്റെ ക്യാമറ കണ്ട് ചുറ്റും കൂടി. ഫ്രണ്ട്ലിയാണ് ഇവിടെ ഗ്രാമീണർ. ഒട്ടകങ്ങളെ മറന്ന മട്ടിലാണ് നിൽപ്പ്. കുട്ടികളും മുതിർന്നവരുമെല്ലാമുണ്ട്. ഉത്തരവാദിത്ത ബോധമുള്ള ഒരാൾ മാത്രം പിള്ളേരോട് കൂടെ വരാൻ പറഞ്ഞ് ഒട്ടകങ്ങളുടെ പിന്നാലെ പോകുന്നു. 70ഓളം ഒട്ടകങ്ങളുണ്ട്. പൊടി പറത്തിക്കൊണ്ട് ആ കൂട്ടം അകന്നുപോയി. ഞങ്ങൾ കാർ നിർത്തി ഇറങ്ങിയത് കണ്ട് ഗ്രാമീണർ സാവധാനം അടുത്തുകൂടി തുടങ്ങി. ചിലർ കുതിരവണ്ടിയിലാണ് വരുന്നത്. അന്യഭാവമൊന്നുമില്ല. സ്ലോ മോഷനിൽ അവരങ്ങനെ അടുത്തു വരുന്നു. ജാസു എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. നേരത്തെ കണ്ട വീട് ഇദ്ദേഹത്തിൻ്റെതാണ്. കുതിരവണ്ടിയും ജാസുവിൻ്റേത് തന്നെ. മരുമകനാണ് കുതിരയെ തെളിക്കുന്നത്. കൃഷിയിടത്തിലേക്ക് വളവുമായി പോവുകയായിരുന്നു ജാസു. അയാൾ വണ്ടിയിൽ ചെന്ന് കയറി. കൃഷിയിടത്തിലേക്ക് പോവുകയാണ്. ഞാൻ ജാസുവിന്റെ വീടൊന്ന് കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു. ജാസുവിന്റെ ഭാര്യയും കുട്ടികളുമാണിത്. വീടിനടുത്തെവിടെയോ ജാസുവിന്റെ അമ്മയുമുണ്ട്. കഴുതവണ്ടികളും വരുന്നുണ്ട് ഗ്രാമപാതയിലൂടെ. ധാന്യങ്ങൾ, വളം, കരി എന്നിവയുടെയെല്ലാം നീക്കം ഇത്തരം വണ്ടികളിലാണ്. അടുപ്പിൽ കത്തിക്കാനുള്ള കരിയാണ് ഇതിൽ. കുറെ കുടുംബങ്ങളുണ്ട് ഗ്രാമത്തിൽ. ഈ വേലിക്കെട്ടിനകത്താണ് ജാസുവിന്റെ വീട്. പയ്യനെ കുതിരവണ്ടിയിൽ വിട്ട് ജാസു വീട് കാണിക്കാനായി മുൻപേ നടന്നു. വീട് കാണിക്കുന്നതിൽ എതിർപ്പൊന്നുമില്ല. ഒരു വേലിക്കകത്തെ മൈതാനത്ത് പല വട്ടക്കുടിലുകളുണ്ട്. ഒരു കുടുംബത്തിന്റെ തന്നെ വീടുകളാണ്. പല ആവശ്യങ്ങൾക്കുള്ള കുടിലുകൾ. ഒന്നിൽ ആളുകൾ താമസിക്കുകയാണെങ്കിൽ മറ്റൊന്ന് കാർഷികോപകരണങ്ങൾ സൂക്ഷിക്കാനുള്ളതാവും.
ധാന്യപ്പുരയും അടുക്കളയുമെല്ലാം ഓരോ വ്യത്യസ്ത കുടിലുകളാണ്. ഏതാനും പശുക്കൾ, കഴുത, കുതിര, ഒട്ടകം എന്നിവയെല്ലാം ഉണ്ടാവും ഓരോ കുടുംബത്തിനും. തെഫിന്റെ വൈക്കോലാണ് ഈ കൂന കൂട്ടി വെച്ചിരിക്കുന്നത്. നേരെ മുന്നിൽ കാണുന്നതാണ് ജാസുവിന്റെ വീട്ടിലെ പ്രധാന കുടിൽ. കഴുതുകൾ മേയുന്ന വിശാല മൈതാനം. ഇവിടുത്തെ ഒരു വീട് കാണാനും ജീവിതം കാണാനും ജാസുവിന് പിന്നാലെ ഞാൻ നടന്നു.